തിരുനേരം കൊണ്ട് മിസ്സായത് വന്ദേ ഭാരതാണ്. തിരുനേരം ഇങ്ങോട്ടും മാറിയതുകൊണ്ട് മിസ്സായപ്പോ ചില പടങ്ങൾ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നോട്ട് കാണണമെന്നാണ് ആഗ്രഹമുള്ള ആളാണ്. ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും അങ്ങനെ നഷ്ടപ്പെട്ടില്ല. പിന്നെ റോഷൻ ചേട്ടനല്ലേ ഉള്ളത് അല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞു? ഇത്തിരി നേരം കൊണ്ട് ഇത്രയും പൈസ കിട്ടൂ എന്ന് തോന്നിച്ച ഒരു കാര്യം. ഓണം ബമ്പർ. പൈസയുടെ കാര്യത്തിൽ ഞാൻ ഒത്തിരി നേരമായാലും ഒത്തിരി നേരമായാലും ഞാൻ വെയിറ്റ് ചെയ്യും. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തന്നെ ഒരു 30-40 മിനിറ്റ് ലേറ്റാ. ഞാൻ ഇവളെ ഇതിനിടയിൽ ഒരു 5 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ സോറിയും പറഞ്ഞിട്ടുണ്ട്. അലച്ചു തല്ലി എന്റെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് 2 മിനിറ്റ് പോയ സാറിന്റെ ഹോട്ടലിലെത്തി. അവിടെ മുമ്പിൽ വന്നിട്ട് 10 മിനിറ്റ് നിറഞ്ഞു വേണ്ടി ചില സമയത്ത് കോളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കാറുണ്ട് എപ്പം കട്ടാമെന്നൊക്കെ. സ്ഥിരം കിട്ടുന്ന പണി എന്താണെന്നറിയോ? അതിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ളത് അതേ ആളുടെ കോള പുള്ളിയുടെ ജിയോ നമ്പറിൽ നിന്നായിരിക്കും. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഗസ്റ്റ് ഒക്കെ ആയിട്ട് ഷൂട്ടിന്റെ ഇടയ്ക്കായാലും ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഇത്തിരി നേരം നിങ്ങൾക്ക് OTT-ൽ നിന്ന് കാണണ്ടാ മതി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ OTT വരണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഒരാൾ പോയി തിയേറ്ററിൽ കാണണം. ആ ഒരു കണക്കില് ഇതൊരു സക്സസ് ആയാൽ മാത്രമേ അടുത്ത ഒരു സ്റ്റേജ് വരുള്ളൂ. പിന്നെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണല്ലോ ചെയ്തേക്കുന്നത് അല്ലെ? ആങ്കർ. അത് ഈസി ആണോ? അല്ലല്ലോ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് ഇത്തിരി നേരം എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഇവിടെയും പ്രിയപ്പെട്ട പ്രശാന്ത് വിജയ്, സെറിൻ ആൻഡ് റോഷൻ, ആനന്ദ് മന്മഥൻ. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. ഭയങ്കര എനർജി. ഞങ്ങൾ എല്ലാരും ഒന്ന് അത് ഞാനിപ്പോ പറയാം. ഞാൻ ഇത്ര എനർജി ആയിട്ട് നിങ്ങളുടെ റെസ്പോൺസ് നല്ല ഉഷാറായിട്ട് നമസ്കാരം വേണം. നമസ്കാരം നമസ്കാരം. ആ കോഫി ഒന്ന് വരട്ടെ. ശരിയാവും. എല്ലാം നല്ല പാവമുള്ള ആൾക്കാരെ പോലെ. ആൾക്കാർ വിചാരിക്കും ഞാൻ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന പോലെ. സത്യത്തിൽ നിന്ന് സംശയിച്ചു ആണല്ലേ? ചെറുതായിട്ട് നിങ്ങളുടെ എനർജി ബൂസ്റ്റ്. കാരണം ഇനി ഈവനിങ് വരെ ഇരിക്കാനുള്ളതല്ലേ അല്ലേ? എന്നെ പോലെ എത്ര മുഖങ്ങൾ ഇനിയും കാണാനുള്ള. ഇത്തിരി നേരം എന്നാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ. ഇത്തിരി നേരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് റോഷൻ ചേട്ടന് താല്പര്യം? ഇത്തിരി നേരം കിട്ടിക്കഴിഞ്ഞാല് കിടന്ന് ഉറങ്ങിയാൽ നല്ല രസമായിരിക്കും. ഉറക്കാണ്. ആനന്ദേട്ടനോ? ഇത്തിരി നേരം കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കും. ചുമ്മാ ഇരിക്കും. അതെ, വെറുതെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹോബി, ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യാതെ ചുമ്മാ വെറുതെ ഇങ്ങനെ സ്പേസ് ഔട്ട് ചെയ്തിരിക്കുന്നു. അതൊരു റീചാർജ് ചെയ്യാൻ പറ്റില്ല. സെറിനും അങ്ങനെ ഇഷ്ടം. അതെ അതെ, വെറുതെ ഇരിക്കാൻ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഡീഫോൾട്ട് ഉറക്കമായിരിക്കും. പക്ഷെ മിക്കവാറും ആ സമയത്ത് ഉറക്കം വരത്തില്ല. അങ്ങനെ ഉറങ്ങാൻ വിചാരിക്കും. അതുകൊണ്ട് ചിലപ്പോ ഒരു സിനിമ കാണുമായിരിക്കും. സിനിമ ആണ്. ഓക്കെ. ഇപ്പൊ ഇത്തിരി നേരത്തെ ക്യാപ്റ്റനോട് തന്നെ ആദ്യം ചോദിച്ചു തുടങ്ങാം അല്ലെ? അപ്പൊ ഇത് ഞാൻ ട്രെയിലർ കണ്ടപ്പോ ഒരു ലവ് ട്രാക്ക് പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു പ്രൊഫഷൻ ചെറുതായിട്ട് ടീച്ചറിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത്തിരി നേരം? ഇത്തിരി നേരം ബേസിക്കലി ഒരു ലവ് സ്റ്റോറിയാണ്. അങ്ങനെ തന്നെ ആണ് അതിനെ കാണേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഈ പറഞ്ഞ ലവ് ഉണ്ടായിരുന്ന 2 പേർ, അത് പോയി, അത് തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിൽ എല്ലാവരുടെയും ജീവിതങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇത്തിരി നേരം. ഈ സെറിന്റെ അഭിപ്രായത്തില് ഇപ്പൊ ഇതിലെ ഒരു ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അഭിപ്രായം? അങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മള് വ്യക്തിപരമായി നമ്മള് കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ ആവുമ്പോഴാണ്. അപ്പോ അതിനൊരു ക്രിയേറ്റീവ് രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ല പ്രോസസ്സാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത്രയും നേരം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പൊ അതായിരുന്നു എന്റെ ക്യൂരിയോസിറ്റി ആദ്യം ഹുക്ക് ചെയ്തത്. ഒരു റൊമാൻറ്റിക് സെറിനെ കാണാൻ സാധിക്കും അല്ലെ? ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെ? ഇത് കുറച്ച് എനിക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോ കുറച്ച് പ്രണയം, കുറച്ച് നല്ല സ്മൈൽസും കാര്യങ്ങളും. പിന്നെ റോഷൻ ചേട്ടനല്ലേ ഉള്ളത് അല്ലേ? അതെന്താ അങ്ങനെ റോഷൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്താ? ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ് കൊടുക്കണോ വേണ്ടോ? അത് ആരും കൊടുത്തിട്ടല്ല. ഇറ്റ് ജസ്റ്റ് ഗോട്ട് എ സെക്കൻഡ് ചാൻസ്. ഫസ്റ്റ് ലവ് ഇസ് ഗിവൺ എ സെക്കൻഡ് ചാൻസ് അല്ല, അത് കിട്ടിപ്പോയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിലാണ് പടം ഇരിക്കുന്നത്. അപ്പൊ ഇനി അതാണ് കാണേണ്ടത് ഇത്തിരി നേരം. ഇപ്പൊ ഇതിന്റെ ടീസർ കണ്ടപ്പോ ഫസ്റ്റിലേ കണ്ടത് മൈത്രി ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ബേസിക്കലി എന്താ, ചേട്ടന്റെ ഷോയില് ബുദ്ധിജീവികളൊക്കെയാണ് വരാറ്. അപ്പൊ വ്യൂസ് കുറവാന്നും അതിന്റെ ഒക്കെ ഒരു സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ട്രാക്ക് ഒക്കെ പിടിച്ചപ്പോ? ഞങ്ങൾക്ക് പരിചയമുള്ള ഏറ്റവും
റിലയബിൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുദ്ധിജീവിയായ മൈത്രേനെ ഞങ്ങള് ആ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഭയങ്കര രസമായിരുന്നു. ഒരു സ്ട്രേഞ്ച് ഡേ ഓഫ് ഷൂട്ട് ആയിരുന്നു ആക്ച്വലി. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ മൈത്രേന്റെ പോർഷൻസ്. ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ബ്രീഫ് ചെയ്തു. അദ്ദേഹത്തിനും ഇപ്പൊ സിനിമ പോലത്തെ ഒരു ഫോർമാറ്റ് നേരത്തെ വർക്ക് ചെയ്തിട്ടില്ലാത്തതിന്റെ കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് ആ കോൺവെർസേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് കോൺവെർസേഷനിൽ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആണ്. ജനറലി പുള്ളിക്കാരൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ അത് ആ വഴിക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ അങ്ങ് പോയി. എനിക്കും നേരത്തെ പരിചയമുള്ള ആളാ. എനിക്ക് കനിയായിട്ട് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് നേരത്തെയും മൈത്രേനെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെയും പറയായിരുന്നു, ഞാനും ആനന്ദും ഒക്കെ ഷോട്ടിനിടയിലുള്ള സമയമൊക്കെ ഇരുന്ന് ഈ സംസാരം തന്നെയായിരുന്നു. എത്രയും വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ സംസാരത്തിലായിരിക്കും. അല്ല, പലപ്പോഴും അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് പലരും യോജിക്കാറില്ല, ചിലർ യോജിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്? പുള്ളിയുടെ ആശയങ്ങളുമായിട്ട് എല്ലാവരും യോജിക്കണമെന്ന് പുള്ളി നിർബന്ധം പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കോ എക്സിസ്റ്റ് ചെയ്തു പോകാനോ വർക്ക് ചെയ്യാനോ കൊളാബറേറ്റ് ചെയ്യാനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ അതിന് എതിരഭിപ്രായം പറയണമെങ്കിൽ പുള്ളി അതിന് ഒരിക്കലും പറയരുതെന്ന് പറയുന്നില്ലല്ലോ. അതിന് നമ്മൾ പറഞ്ഞു, പുള്ളിയുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്ത് സ്വാഭാവികമായിട്ട് സംസാരിക്കും. ആ ഡെപ്തില് അത്രയും കോൺഫിഡൻസോടെ തിരിച്ച് സംസാരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് സംസാരിച്ചേക്കാം. കോൺഫിഡൻസ് വേണം. അതാണ് വളരെ നമ്മള് ഉണ്ടായിരിക്കും കുറച്ച് സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ആനന്ദേട്ടന്റെ ഇപ്പം എല്ലാരും എടുത്തു പറയുന്നത് പൊന്മാനിലത്തെയും ഇപ്പൊ ജയ ജയ ഹേ, പക്ഷെ എനിക്ക് ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയാ, ഒരു രസം തോന്നി, നമുക്കൊക്കെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അതിന് ഇമോഷൻ ഉണ്ട്, ഫണ്ണുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാണ്? ഇതിലും അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, എല്ലാവർക്കും ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അത് ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഈ നമ്മളെ പ്രൊഫഷണലായാലും നമ്മളെ അല്ലാത്ത ഫ്രണ്ട് സർക്കിളിലായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അവ എല്ലാത്തിനും ചെകഞ്ഞ് പോകുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്. ഒരു ചൊറിയനാണ്. അതെ, എക്സാക്ട്ലി ഒരു ചൊറിയനാണ്. മാത്രമല്ല, ഈ പറഞ്ഞ ഇത് ആരും ജെന്യുവൻ അല്ല, എല്ലാവർക്കും എന്തോ ഒളിപ്പിക്കാനുണ്ട്, എന്റെ അടുത്ത് അത് പറയുന്നില്ല എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്. അപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ റൈറ്റിംഗിന്റെ പറയുമ്പോൾ, സ്ക്രിപ്റ്റിൽ പറയുമ്പോൾ ഈ സ്ക്രിപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാധനമാണല്ലോ. അത് ഈ ചഞ്ചലിന്റെ ക്യൂരിയോസിറ്റിയും ചഞ്ചലിന്റെ അന്വേഷണങ്ങളും ഒക്കെയാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ സെയിം ചാനലിൽ വർക്ക് ചെയ്യുന്നവര് അങ്ങനെയായിട്ട്? എന്റെ മുതലാളിയാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ശരിയാണ്. ഞാൻ ഇതിന്റെ അകത്തൊരു ഷെർലക് ഹോംസ് കളിച്ച് ഇങ്ങനെ പോവുകയാണ്, പലതും അറിയാൻ വേണ്ടി, എന്റെ മറക്കുന്നതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പം റോഷൻ ചേട്ടൻ ഓൾറെഡി കുറച്ച് സെലക്റ്റീവ് ആയിട്ടാണ് മൂവീസ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു വ്യക്തിനെ ഇത്തിരി നേരം അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു പ്രസന്റേഷനും, എങ്ങനെയായിരുന്നു റോഷൻ ചേട്ടനായിട്ടുള്ള ഒരു അപ്രോച്ചിങ്ങും കാര്യങ്ങളും? ആക്ച്വലി റോഷനിലേക്കുള്ള ഒരു വാതിൽ തുറന്നു ജിയോ ആയിരുന്നു. ജിയോ ബേബി പ്രൊജക്ട് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയപ്പോഴാണ് റോഷനിൽ എത്താൻ പറ്റിയത്. അല്ലാതെ ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് പടമായിട്ടൊക്കെ ആലോചിച്ചാൽ എനിക്ക് തോന്നുന്നില്ല റോഷനിലേക്ക് എത്താൻ പറ്റുമെന്ന്. ഞാൻ എന്റെ വാതിലുകളൊക്കെ തുറന്നിരിക്കുന്ന ഒരാളാണ്. എന്റെ തേർഡ് മൂവിയാണ്. ഇതിനു മുമ്പ് ചെയ്ത രണ്ടും ഫെസ്റ്റിവൽ സർക്യൂട്ട്സിൽ കുറച്ച് ചർച്ചയൊക്കെ ആയെങ്കിലും അത് സ്റ്റാർസ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ഇതുണ്ട്, അതിന് കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വയബിലിറ്റി ഇല്ലാത്തത്. അപ്പൊ ഇത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ റോഷനായിരുന്നു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയാം. ഞാനും വിശാഖാണ് എഴുതിയത്. അങ്ങനെ ജിയോ റോഷനായിട്ടൊരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യുന്നു. ഒരു ഓൺലൈൻ സൂം കോളായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ഈ കഥ നറേറ്റ് ചെയ്യുന്നു, പിന്നെ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷനുണ്ട്. അപ്പോൾ ആ സെഷൻ്റെ ഒടുവിൽ ജിയോ പറഞ്ഞു, എന്തായാലും റോഷൻ പ്രശാന്ത് നേരത്തെ ചെയ്തിട്ടുള്ള പടം അതിശയങ്ങളുടെ മേലൊന്ന് കണ്ടു വെക്കാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റോഷന്റെ ഒരു കോൾ എനിക്ക് വരുന്നു. അതുവരെ എന്നെ നേരിട്ട് വിളിച്ചിട്ടില്ല, ജിയോ വഴിയായിരുന്നു കമ്മ്യൂണിക്കേഷൻ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി കണ്ടോണ്ടിരിക്കുകയാണ്, ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്, പക്ഷേ ഞാൻ ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പം അതൊരു എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് അതിശയങ്ങളുടെ വേനൽ പ്ലസ് ദിസ് സ്ക്രിപ്റ്റ്, അതാണ് റോഷനെ ഇന്നാക്കിയെന്ന് തോന്നുന്നു. OTT വന്നതോടെ തന്നെ ആൾക്കാർ കുറച്ചും കൂടെ കംഫോർട്ട് വീടിന്റെ സ്പേസിൽ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ OTT റിലീസ് ആകട്ടെ. അപ്പൊ അത് പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ എന്റർടൈൻമെന്റ്, നമ്മളെ പോലുള്ള ആൾക്കാർക്കാണ്. അപ്പം അതിലേക്ക് ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പ്രേക്ഷകർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഈ ഇൻഡസ്ട്രി വർക്ക്. എനിക്ക് അറിഞ്ഞൂടാ കൂടുതൽ പേര് എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്നുള്ളത്. ഇപ്പൊ ഇൻഡസ്ട്രി നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത്, ഇപ്പം OTT വളരെ കംഫർട്ടബിൾ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അത് ചില ഈ പറഞ്ഞ പോലെ വലിയ സ്പെക്ടക്കിൾ ഒന്നും അല്ലെങ്കിൽ OTT കണ്ടാൽ മതി, ഇത് അതിനുള്ളതേ ഉള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും ആൾക്കാർക്കുണ്ട്. അതിനകത്ത്
കുറച്ച് പോയിന്റും ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് തിയേറ്ററിൽ ഒരു സർട്ടൺ ലെവൽ ഓഫ് സക്സസ് കിട്ടിയില്ലെങ്കിൽ OTT-ലോട്ടുള്ള ഒരു ഡോറും അടയുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന ഒരു കണക്കെന്ന് വെച്ചാൽ, ഇപ്പം ഇത്തിരി നേരം നിങ്ങൾക്ക് OTT-യിൽ നിന്ന് കാണണ്ടാ മതി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ OTT-ൽ വരണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഒരാൾ പോയി തിയേറ്ററിൽ കാണണം. ആ ഒരു കണക്കിൽ ഇതൊരു സക്സസ് ആയാൽ മാത്രമേ അടുത്ത ഒരു സ്റ്റേജ് വരുള്ളൂ. അത് എല്ലാ സിനിമകളുടെ കേസിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം ആനന്ദും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. കാരണം വെച്ചാൽ എനിക്ക് കാര്യമുണ്ട്, ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തണം, നല്ല സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നല്ലൊരു സിനിമയാണ്. അതായത് ആ പീരീഡിൽ ഇറങ്ങിയ നല്ല സിനിമകളിൽ ഒന്നാണ്. നമ്മൾ ആഘോഷിക്കപ്പെട്ട പല സിനിമകളെക്കാളും നല്ല ജെന്യുവൻ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ ഞങ്ങൾ കുറച്ച് പേര് മാത്രം പോയി കണ്ടിട്ട് അതിനൊരു വലിയ OTT റീച്ച് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം ജനങ്ങൾ അറിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. OTT-ൽ കണ്ടാൽ മതിയെങ്കിലും കുറച്ച് പേരെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന് ആ ഒരു ഡോർ ഓപ്പൺ ആയി കിട്ടും. അതിനോട് സംബന്ധിച്ച് പറയാനുള്ളത്, ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഞാനിവിടെ കോറേറ്റ് ചെയ്ത പടമാണ്. അപ്പൊ അത് ഇറങ്ങി അധികം കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്തൊരു പടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അധികം റണ്ണ് കിട്ടിയിട്ടില്ല. അപ്പൊ OTT ബിസിനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇവരാരും ഈ OTT പ്ലേയേഴ്സ്, വലിയ പ്ലേയേഴ്സ് ഒന്നും അവർ എടുത്തില്ല. നമ്മളെ പടം ഒന്നത് സ്റ്റാർ കാസ്റ്റ് ഇല്ല, പിന്നെ അവർക്ക് കുറെ അൽഗരിതംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ആ ക്രൈറ്റീരിയ ഒക്കെ മാച്ച് ആയാലേ അവർ പടം എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യപ്പെടാതെ പിന്നെ കേരളത്തിൽ മാത്രം നിൽക്കുന്ന സൈന പ്ലേ എന്നുള്ളൊരു OTT പ്ലാറ്റ്ഫോമിലാണ് വന്നത്. താരതമ്യേന ബാക്കിയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു, പക്ഷെ അതിൽ വന്നിട്ട് പോലും ആ സിനിമ ഈ രാജ്യം മുഴുവൻ പലയിടത്തും അതിന് ഇംപ്ലിമെന്റ് ചെയ്യും, അതിൽ ഉണ്ടായ ആശയം ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ടും നമുക്ക് അങ്ങനെ വന്ന സൈന പ്ലേയിൽ വന്ന പല പടങ്ങളും, ചില പടങ്ങളൊക്കെ പിന്നെ ഈ പേപ്പർ വ്യൂവിലൊക്കെ ആമസോണിലൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങളെ പടം വന്നിട്ടില്ല. അതിന് എന്താ റീസൺ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ കുറെ ബ്ലോക്കുകളുണ്ട് ഇതിന്റെ അകത്ത്. അതൊരു ലോജിക്കുള്ള കാര്യമൊന്നുമല്ല. സത്യം പറഞ്ഞാല് തിയേറ്ററിൽ കുറച്ച് പേരെ കണ്ടു എന്ന് പറയുമ്പോൾ OTT കൂടുതൽ പേര് കാണാം എന്നുള്ളതാണ്, കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് വരും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കുറച്ചൊന്ന് പ്രേക്ഷകരുടെ ജോലിയും കൂടെയാണ് ഇത് OTT-ൽ എത്തിക്കുക എന്ന് പറയുന്നത്. തിയേറ്ററിൽ പോയി കണ്ടാലേ സംഭവിക്കുള്ളൂ. അവരുടെ ക്രൈറ്റീരിയ ഭയങ്കര വേറെയാണെന്ന് തോന്നുന്നുണ്ട്. മലയാളത്തിനെയും കന്നഡ ആക്ച്വലി ഇത് OTT-ൽ റിലീസായി കഴിഞ്ഞ് 2 ദിവസം അടുപ്പിച്ച് ഞാൻ ഇവന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പത്രത്തില് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഈ സിനിമ കാരണം ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ന്യൂസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുക്കണം. അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ടും അതെ, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിനയ് ചേട്ടനായിട്ട് സംസാരിച്ച ആട്ടം ഇതുപോലെ ഭയങ്കര ഗംഭീര വിജയമാകേണ്ട ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത് വിനയ് ചേട്ടന് ഭയങ്കര സങ്കടം. ഞാൻ ഇതുപോലെ തന്നെ ഇന്റർവ്യൂ എടുത്തപ്പോൾ. പക്ഷെ OTT വന്നപ്പോൾ എല്ലാവരും കോൾസ് ആയിരുന്നു. കാരണം ഇവരുടെ ഓരോരുത്തരുടെ പെർഫോമൻസ് എന്താ പറയാ, അത് പിന്നീട് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നത് അതൊരു റിഗ്രറ്റും ആയി. ഇതൊന്നും തിയേറ്ററിൽ പോയൊക്കെ കാണേണ്ടതായിരുന്നു. ഞാൻ ആട്ടത്തിന്റെ റിലീസിന്റെ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നിങ്ങൾ ഒരുപാട് ഹൈപ്പോടെ വരുന്ന സിനിമകളുണ്ട്. പക്ഷെ ആട്ടം ജെന്യുവൻലി ഇത്രയും ആൾക്കാർ പൊതുജനങ്ങൾ കണ്ടിട്ട് ഗുഡ് സിനിമ എന്ന് സർട്ടിഫൈ ചെയ്ത സിനിമ. കാരണം അതിന് മുമ്പ് ആട്ടം ഒരുപാട് ഫെസ്റ്റിവലുകളൊക്കെ പോയിട്ടുണ്ട്. അതാണോ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അതോ ഒരു മാർക്കറ്റിംഗ് ഹൈപ്പാണ് വിശ്വസിക്കുന്നത്? അപ്പൊ ഇത് ജെന്യുവൻലി ആൾക്കാർ കണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിനിമ എങ്ങനെ ഇത് നിങ്ങൾ തിയേറ്ററിൽ എങ്ങനെ കാണും എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. അപ്പൊ അതവർ കണ്ടില്ല. പക്ഷെ ഭാഗ്യത്തിന് ഈ പറഞ്ഞ ഒരു മേജർ പ്ലാറ്റ്ഫോമിൽ ആട്ടത്തിന് റിലീസ് കിട്ടി. അതുകൊണ്ട് പിന്നെ ആൾക്കാർ കാണാൻ പറ്റും. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അതിന് മറ്റേ എൻഡ് ഓഫ് സ്റ്റോറിയാണ്. എന്നിട്ട് പോലും ആ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ട്, ഒരു നാഷണൽ ലെവൽ അല്ലാത്ത പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ട് പോലും അതിന് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആലോചിച്ച് നോക്കുക, ആ ഒരു സ്കെയിലാണെങ്കിൽ എന്ത് ഇമ്പാക്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നങ്ങൾ. പിന്നെ ഇതിനൊരു സ്ട്രിക്റ്റ് ലോജിക് ഒന്നുമില്ല. നമുക്ക് അടുത്ത പടത്തിൽ അപ്ലൈ ചെയ്യാൻ ഓരോന്നും ഇൻഡിപെൻഡന്റ് കേസാണ്. ഇപ്പൊ ആട്ടത്തിന്റെ കാര്യത്തിൽ അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടെയാണ്. അതങ്ങനെ ആരും അറിയാതെ തിയേറ്ററിൽ റിലീസ് ആയതൊന്നും അല്ല. ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷനും മാനേജ് ചെയ്തിട്ടായിരുന്നു നമ്മൾ മാർക്കറ്റിംഗ്. അതെ. അപ്പോ ഓരോ പടവും ഇൻഡിപെൻഡന്റ് കേസ് തന്നെയാണ്. ഓരോ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അത് ഇറങ്ങിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അത് പുറത്തു വരുന്നത് അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവൻച്വലി ഇതിനകത്ത് ഇത് ആർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയായിട്ട് നമ്മൾ ചെയ്യുന്നു. സിനിമ കാണാൻ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അവരിൽ അനാവശ്യമായിട്ട് പ്രഷർ ഇടാനും പറ്റില്ല. നിങ്ങൾക്ക് ഈ സിനിമ, നിങ്ങളിത് സിനിമയോടുള്ള ഒരു സർവീസ് ആയി കണ്ട് നിങ്ങൾ തിയേറ്ററിൽ ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തിനാ പണ്ട് എല്ലാരും സിനിമ കണ്ടു തുടങ്ങുന്നത് എന്തിനാ? ഞാനൊക്കെ ഞായറാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്ക്, ആ സമയം എന്റർടൈൻമെന്റ് അലൗഡ് ആണ്. ടിവിയിൽ വരുന്ന പടം ഇരുന്ന് കാണാം, എന്റർടൈൻമെന്റ് ആണ്. അല്ലാതെ അത് നിങ്ങൾ ഈ സിനിമയോട് ചെയ്യുന്ന തെറ്റാണെന്നൊന്നും നമുക്ക് ഒരു കാലത്ത് ഓഡിയൻസിനോട് പറയാൻ പറ്റില്ല. നമ്മൾ ഇത് എല്ലാം റീഡ് ചെയ്ത് നമ്മളിത് മാനേജ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിനെ
കൊണ്ട് നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നാടകക്കാർ കൊല്ലങ്ങളായിട്ട് ഇതാണ്, സെഞ്ചുറീസ് ആയിട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിനിമ ഏകദേശം അവിടം വരേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായെന്നുള്ളതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പണിയല്ലേ, കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ചെയ്യാം. ഇഷ്ടമുള്ളത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ റോഷനെ എങ്ങനെയാ ഒരു മൂവിയിൽ അപ്രോച്ച് സെലക്ട് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ക്യാരക്ടർ ഡെപ്ത് നോക്കിയിട്ടാണോ, അതോ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല, ഒരു ടീംസ് ഒക്കെ ഉണ്ടാവില്ല, ഇപ്പൊ ഇവർ ചെയ്ത ഒരു സക്സസ്ഫുൾ ഇത് അങ്ങനെ നോക്കാറുണ്ട്? എങ്ങനെയാ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മൂവി സെലക്ട് ചെയ്യുന്നത്? എല്ലാം ഫാക്ടേഴ്സ് ആക്ച്വലി. ചിലതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാൽ പിന്നെ മറ്റൊന്നും നോക്കണ്ടെന്ന് തോന്നും. അതിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ടീം ആവാം, വർക്ക് ചെയ്യുന്ന ഒരാളാവാം. എനിക്ക് ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞങ്ങള് കുറച്ചു മുമ്പ് ഇരുന്ന് സംസാരിക്കുമായിരുന്നു, ലാൽട്ടനോട് ഒന്ന് അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം. അതിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ചാടി വീഴും. പക്ഷെ ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ, അല്ലെ ഈ അടുത്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ ഒക്കെ വരുവാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥയാണ്, ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, എന്നാലും ആ കഥയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പല റീസൺസിനാണ് പല സിനിമകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയായാലും ആ ഒരു സിനിമയും ആ സിനിമയുടെ മേക്കിങ്ങും അതൊക്കെ അർഹിക്കുന്ന ആ ഓഡിയൻസിലേക്ക് അവസാനം എങ്ങനെയെങ്കിലും എത്തിപ്പെടും. അതെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെറ്റ് ഇത്തിരി നേരം എന്നാണല്ലോ. അപ്പൊ ഞാനൊരു ചെറിയൊരു സെഗ്മെന്റ് ഇത്തിരി നേരം, ഇല്ല ഗെയിം ഒന്നും ഇല്ല, പേടിക്കണ്ട. ആദ്യം തന്നെ ഞാൻ പ്രശാന്ത് ഏട്ടനോട് ചോദിക്കാണ്, ഇത്തിരി നേരം ഫ്രീ ആയി കിട്ടിയാൽ നിങ്ങൾ ഉടനടി ഫോണിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫ്രണ്ട്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ആലോചിക്കൊന്നും വേണ്ട. പെട്ടെന്ന് ഒരു ഫ്രീ ടൈമിന്റെ ഒരാളെ വിളിച്ച് ഒന്ന് കണക്ട് ചെയ്യണമെന്ന് തോന്നിയ ഒരു ഒരുപാട് പേരുണ്ട്. ഒരാളെ പറയില്ലോ, മറ്റേ വിഷമല്ലേ? അവർക്കറിയില്ലല്ലോ. അതെ, ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു. ചഞ്ചൽ കുമാർ. അല്ല, ഈ പറഞ്ഞ പോലെ എന്റെ ഫോൺ വിളികളെല്ലാം വേറെ ആക്ടിവിറ്റീസിന്റെ കൂടെ ആയിരിക്കും. അപ്പം അങ്ങനെയാണ്. ഇത്തിരി നേരം കിട്ടിയാൽ എന്നല്ല, ഇത്തിരി നേരം കിട്ടാത്തത് കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇപ്പൊ ആരോമൽ ഉണ്ട്, ഞങ്ങളുടെ എഡി ആയിരുന്നു, അല്ലെങ്കിൽ തന്നെ ഒരു ഫ്രണ്ടാണ്. ആരോമലൊക്കെ വിളിക്കുന്നത് ഇതുപോലെ നമ്മൾ ഇത്തിരി നേരം ഉണ്ടാക്കുവാണ് ചെയ്യുന്നത്. അവനെ വിളിച്ച് ഇങ്ങനെ പറയണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് നടക്കും. അപ്പൊ അവർ ഒരു കോൺവെർസേഷൻ, ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അല്ല, ഓക്കെ. അൻസാരിന ഇത്തിരി നേരം ഫ്രീ ആയിട്ട് കിട്ടിയ പെട്ടെന്ന് ഫോണിൽ കണക്ട് ചെയ്യുന്ന ഒരാള് എന്റെ സിസ്റ്ററാണ്. സിസ്റ്ററാണ്. ഓക്കെ, സിസ്റ്റർ നമ്മൾ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 മിനിറ്റ് നീളമുള്ള ഒരു വോയിസ് നോട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അതാണ് ഫുൾ കഥ പറച്ചിൽ. കുറച്ച് സമയം കിട്ടിയ അങ്ങനെ. സിസ്റ്ററിന്റെ നെയിം എന്താ? നസ്രീൻ. നസ്രീൻ. ഓക്കെ, അക്ഷരങ്ങൾ വെച്ചിട്ട് രണ്ടും അങ്ങ് ഒപ്പിച്ചു. മറ്റേ ഹിറ്റ്ലർ സിനിമയില് ജഗദീഷ് മറ്റേ ചെയ്യില്ല, അതേപോലെ റോഷൻ തന്നെ ആരാ ഇത്തിരി നേരം? ഞാൻ മിസ്ഡ് കോളുകളിലേക്ക് പോകും. ഇത്തിരി നേരം കൊണ്ട് മാക്സിമം കോളുകൾ തിരിച്ചു വിളിക്കും. അത് ശരിയാട്ടോ, റോഷനായിട്ട് മിസ് കോൾ തന്നെ തിരിച്ചു. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഗസ്റ്റ് ഒക്കെ ആയിട്ട് വിളിക്കുമ്പോ ഷൂട്ടിന്റെ ഇടയ്ക്കായാലും ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരില്ലെന്ന് പറഞ്ഞു. അത് അങ്ങോട്ട് വിളിച്ചിട്ട് പക്ഷെ ഞാൻ വിളിക്കും, ഞാൻ പറ്റുന്നത്രയും. അതെ, ഞങ്ങള് ഇനി വിളിക്കില്ല, പരിചയമില്ലാത്ത നമ്പേഴ്സ് ഓൾറെഡി തിരക്കുള്ള വിളിക്കുന്നത് നോക്കുമ്പോ നമുക്ക് ആ സമയത്ത് പെടുയോ വിളിക്കുന്നു, ഞാൻ എന്താ പറയാ, ഞങ്ങൾ ഇങ്ങനെ നടക്കുവാ. എനിക്ക് സ്ഥിരം കിട്ടുന്ന പണി എന്താണെന്നറിയോ? അതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ളത് അതേ ആളുടെ കോൾ ആ പുള്ളിയുടെ ജിയോ നമ്പറിൽ നിന്നായിരിക്കും. കോൺവെർസേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വിളിക്കും, ഹലോ ഈ നമ്പർ തിരിക്കും ആളുടെ. പക്ഷെ ഇപ്പൊ സംസാരിച്ച് വെച്ചിട്ടുള്ളൂ. അതെ, റോഷനെ നോ പറഞ്ഞാലും നമുക്ക് തോന്നൂല നോയാ പറഞ്ഞത്, ഭയങ്കര കാമായിട്ട്. അതേ തിരക്കാട്ടോ, നമുക്ക് നോക്കാം, നമുക്ക് നോക്കിയിട്ട് ഞാൻ ചെയ്യാന്നൊക്കെ പറയും. ചേട്ടൻ ആരായിരിക്കും കണക്ട് ചെയ്യുന്നത്? എനിക്ക് പേഴ്സണലി എനിക്ക് ഈ കോൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതെ, അത് എനിക്ക് അധികം നേരം സംസാരിക്കാൻ, ഫോണിലൂടെ സംസാരിക്കാൻ എനിക്ക് എന്തോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസ്കണക്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കോൾ വിളിക്കാൻ നേരിട്ട് സംസാരിക്കാൻ പിന്നെ ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഫോണിലൂടെ ഞാൻ ഇത്തിരി സമയം കിട്ടിയാലും ചില സമയത്ത് കോളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്, എപ്പം കട്ടാവുന്നൊക്കെ ഉള്ളത്. സത്യസന്ധമായിട്ട് പറയാൻ ചില സമയത്ത് എനിക്ക് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ഇപ്പൊ ആനന്ദനെ വിളിക്കുന്നവരൊക്കെ സൂക്ഷിച്ചു.
ഫോണിൽ തന്നെ നോക്കിയിരിക്കും. അല്ലല്ല ഞാൻ പറഞ്ഞ അപ്പൊ നീ അങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ ശരാശരി 2 മിനിറ്റ് സംസാരിക്കും. അതെ 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 നമ്മള് കോൺവെർസേഷൻ എല്ലാം അത്രയും ഉണ്ടായിട്ടുള്ളൂ. അതെ, ഒരു വോയിസ് മെയിൽ സെറ്റ് ആക്കിക്കോ. എനിക്ക് ഇപ്പൊ വിളിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ആനന്ദിനെ വിളിക്കുമ്പോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആനന്ദിന്റെ കോളർ ട്യൂൺ ആണ്. അതുകൊണ്ട് അത് എടുക്കാതിരിക്കുന്ന എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ. എന്താ കോളർ ട്യൂൺ എന്താ? അത് കാമിനി മണി സഖി എന്നുള്ളൊരു പാട്ടാണ്. അത് നല്ല രസം, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിളിക്കുന്ന സോങ് കേട്ടിരിക്കാം. ഇനി ഇവിടെ നിന്ന് ഞാൻ തുടങ്ങാണേ. ഇത്തിരി നേരം ഒന്ന് തെറ്റിപ്പോയെന്നുണ്ട്, സകലം ഒന്ന് ലേറ്റ് ആയത് കൊണ്ട് മിസ്സായ ലൈഫിൽ ഒരു കാര്യം. ഇത്തിരി നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി. നീ ഫണ്ണി വലിയ അങ്ങനെ ആലോചിക്കൊന്നും വേണ്ട കേട്ടോ. ഇത്തിരി നേരം ചില പടങ്ങളുടെ തുടക്കമൊക്കെ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട് ട്രാഫിക്കിലൊക്കെ. അതാണ് എനിക്ക് ഇത്തിരി നേരം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെർട്ട്ഫുൾ ആയിട്ടുള്ള സാധനം. പ്രത്യേകിച്ച് എനിക്ക് മറ്റേ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നോട്ട് കാണണമെന്നാണ് ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ എനിക്ക് അതൊക്കെ മിസ്സാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇത്തിരി നേരം ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് മിസ്സായപ്പോ ചില പടങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പടം പറയാമോ? ഇല്ല, വെറുതെ എന്തിനാണ് എന്ന് വെച്ചാൽ മിസ്സായി പോയതിൽ നല്ലത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ അതിന് പറഞ്ഞ് വിഷമിച്ച് വെറുതെ. കുത്തി ചോദിക്കാതിരിക്കാനാണ്. ശരി, ഇത്തിരി നേരം കൊണ്ട് മിസ്സായത് വന്ദേ ഭാരതാണ്. എനിക്ക് എപ്പോഴും വന്ദേ ഭാരത്തിൽ പോണമെന്ന് നല്ല ഒരാഗ്രഹമുണ്ട്. പക്ഷെ ഇതൊരു പാട്ടില്ലേ? ഇല്ല, ഇത്തിരി നേരം കൊണ്ട് മിസ്സായി, 2 തവണ മിസ്സായിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ട്. അങ്ങനെ ഒരു, ഞാൻ ഷൂട്ടിന് ഇറങ്ങുമ്പോ ഞാൻ വണ്ടി എടുത്തിട്ട് പോകുന്നതുകൊണ്ട് ചില ദിവസം തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് സാറിനെ പിക്ക് ചെയ്തിട്ട് പോകും. അപ്പൊ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തന്നെ ഒരു 30-40 മിനിറ്റ് ലേറ്റാ. അപ്പൊ എനിക്ക് അവിടുന്ന് കോളുകൾ വരുന്നുണ്ട്, നമുക്ക് കുറച്ച് ദൂരം പോകണം. അപ്പൊ ഞാൻ ഇവളെ ഇതിനിടയിൽ ഒരു 5 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ സോറിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് നീ ലേറ്റ് ആയി. ഞാൻ പ്രൊഡക്ഷനിൽ വിളിച്ചു പറഞ്ഞു, സാറിന് വേണമെങ്കിൽ വേറെ വണ്ടി അയച്ചോ, എന്റെ ഡിലേ അങ്ങോട്ടേക്ക് ബാധിക്കണ്ട. അപ്പൊ ഇവരും മറ്റേ രണ്ടുപേരും നന്നല്ല സീൻ നടക്കുള്ളൂ, അവര് ഒക്കെ പറഞ്ഞ് ഞാൻ അലച്ചു തല്ലി എന്റെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് 2 മിനിറ്റ് പോയ സാറിന്റെ ഹോട്ടലിലെത്തി. അവിടെ മുമ്പിൽ വന്നിട്ട് 10 മിനിറ്റ് സാറിന് വേണ്ടി 40 മിനിറ്റ് ലേറ്റ് ആയി എന്നെ. ഇല്ല, ഞാൻ റെഡിയാ, നീ റെഡി ആകുമ്പോ പറഞ്ഞാ മതി എന്ന് പറഞ്ഞ ആള് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് 10 കാത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും. ശരിയാ, വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ബോറടിച്ചിരിക്കുമ്പോ ഒന്നും ചെയ്യാൻ ഇല്ലാത്ത അതെ, ഇത്തിരി നേരം കിട്ടിയ ഉറക്കമാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ സൂക്ഷിച്ചോ ചേട്ടനോ? ഈ ജെറിന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഈ കുറച്ച് ലേറ്റായി സ്ലിപ്പായി പോകുന്ന ഇത് എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ഞാൻ ഈ ഇത്രയും 3 പേര് പറയുന്ന സമയത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും അങ്ങനെ നഷ്ടപ്പെട്ടില്ല എന്നാണ്. വളരെ വളരെ തിൻ ലൈനിൽ ഞാൻ കയറി കൂടാറുണ്ട്. അങ്ങനെ എത്രയെങ്കിലും ട്രെയിനുകൾ ഞാൻ പിടിച്ചിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ മാസവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ട്രിപ്പ് വന്നിട്ട് ഞാൻ ഫുഡിന്റെ കവർ ഫാമിലി എല്ലാവർക്കും ഉള്ള ഫുഡിന്റെ കവർ ഞാൻ വീട്ടിൽ മറന്നു വെച്ചു, ഇല്ലാതെ പോവായിരുന്നു. പക്ഷെ പിന്നെ തക്ക സമയത്ത് ആള് തിരിച്ചു കൊണ്ട് തന്നു, ഞാൻ തിരിച്ചു കയറി. അതും ഒക്കെ നാരോ മിസ്. ഭയങ്കര ലക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കട്ടെ. ഇനി സെറിനോട് ആദ്യം ചോദിക്കാണെ, ഇത്തിരി നേരം ലേറ്റ് ആയത് കൊണ്ട് വഴക്ക് കേട്ടത് ആരുടെ കയ്യിൽ നിന്ന്? കുറച്ച് ഇത്തിരി നേരം ഒന്ന് ലേറ്റ് ആയി പോയി, വഴക്ക് കേട്ടിട്ടുണ്ടോ? പലരിൽ നിന്നും, പേരൻസിൽ നിന്നും, ബോയ് ഫ്രണ്ട് ആയാലും. പ്രശാന്ത് ചേട്ടൻ്റെ ഇല്ല, അതും ഇല്ല. പക്ഷെ ഞാൻ ലേറ്റ് ആയെന്ന് വിളിച്ചു പറഞ്ഞല്ലോ, ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഓൺ ടൈം. റോഷൻ ചേട്ടൻ ഇത്തിരി നേരം ലേറ്റ് ആയത് കൊണ്ട് വഴക്ക് കിട്ടിയതോ ഇപ്പോൾ ഓർക്കുന്നത് ഒരു വഴക്ക്? കോളേജിലൊക്കെ ആയിരുന്നിരിക്കാം, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വഴക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊന്നും ഞാൻ ലേറ്റ് ആയിട്ടില്ല. കോളേജിൽ നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? കോളേജിൽ അത് നമുക്ക് താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേറ്റ് ആവുന്നു. അപ്പൊ അതൊരു വഴക്കായിട്ട് അങ്ങനെ കൂട്ടത്തും ഇല്ലല്ലോ. എനിക്ക് സ്ഥിരമായിട്ട് അമ്മയുടെ നിന്നും അച്ഛൻ്റെ നിന്നും ഇപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എന്നുവെച്ചാൽ അവരെല്ലാം വളരെ അഹെഡ് ഓഫ് ടൈം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും ITR ഫയൽ ചെയ്യുന്ന ഞാനാണ് വീട്ടിലെല്ലാവരുടെയും. അപ്പൊ അത് തൊട്ടേ ഈ വർഷം തൊട്ടേ തുടങ്ങും അടുത്തതിന്റെ. എന്നാലും ഞാൻ ആ ലാസ്റ്റ് ഡേന് 2 ദിവസം മുമ്പൊക്കെ ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ടോ അങ്ങനെയാണ്. ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു, ഭയങ്കര ഇന്റലിജൻസ് ഉള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല, ഈ ഇന്റലിജൻസ് ഉള്ളവര് പല ഞാൻ ഇപ്പൊ ചെയ്താൽ ഉള്ളതിലും ബെറ്റർ പോസിബിലിറ്റീസ് പിന്നെ വരത്തില്ലേ
എന്നൊക്കെ ആലോചിച്ചാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് അവസാനം ചെയ്യുമ്പോഴുള്ള തിരക്കുണ്ടല്ലോ അത് ഭയങ്കര രസമാണ്. ആ ടെൻഷൻ ടെൻഷൻ അടിച്ച് ചെയ്ത് കേസിൽ ഭയങ്കര രസമാണ് അത് ശരിയാണ്. ക്രിയേറ്റിവിറ്റിയുടെ കാര്യമൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ITR ഫില്ല് ചെയ്യുന്നതിന് അങ്ങനെ വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട. എന്നാലും എന്തോ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ അപ്പൊ അതിന് നല്ലോണം വഴക്ക് ഇപ്പോഴും സ്വാഭാവികം. ഇപ്പോഴും കിട്ടിയില്ലെങ്കിൽ ആനന്ദേട്ടനോ? എനിക്ക് കൂട്ടുകാരെ ഇപ്പോഴും സ്ഥിരം കിട്ടാറുണ്ട്. കാരണം വൈകിയാണ് ഞാൻ നമുക്കൊരു ചായ കുടിക്കാൻ പോകാന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്താലും നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പം ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് മുരളിയൊക്കെ അറിയില്ല. അന്ന് മുരളിയൊക്കെ അറിയില്ല ഏട്ടന്. മുരളിയൊക്കെ കറക്റ്റ് സമയത്ത് വരും. ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞത്. അപ്പൊ ഞാനൊക്കെ അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പം പറയും ഞാൻ ഇവിടെ എത്തിയടാ എന്നൊക്കെ പറയും. അപ്പൊ എപ്പോഴും ഞാൻ ആ കാര്യത്തിൽ ഇപ്പൊ സിനിമയുടെ സെറ്റിൽ എത്തുന്ന കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര ലേറ്റ് ആണ്. അവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ നമ്മൾ കാരണം ഒരു 5 മിനിറ്റ് പോലും താമസിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം മാത്രം അതെങ്ങനെയോ മനസ്സിൽ കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ളടത്തെല്ലാം ഞാൻ അങ്ങനെ അത്ര വലിയ പഞ്ചലൊന്നും അല്ല. ശരിയാണ്. ഈ കാര്യം എന്റെ ഭയങ്കര ആപ്ലിക്കബിൾ ആണ്. ഈ നമ്മുടെ ഒരു വർക്കാണെങ്കിൽ അതില് കറക്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളാണ് സ്ലിപ്പ് ആവാൻ സമ്മതിക്കുന്നത്. പറയുന്ന വഴക്കൊന്നും കിട്ടാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വഴക്കേ അല്ല. ഇനി ഇത്തിരി നേരം കൊണ്ട് ഇത്രയും പൈസ കിട്ടുമോ എന്ന് തോന്നിച്ച ഒരു കാര്യം റോഷൻ ചേട്ടൻ. ഓണം ബമ്പർ. ഓ വെറൈറ്റി ആൻസർ. ഞാൻ ഈ കൊല്ലെടുത്തായിരുന്നു കിട്ടിയില്ല. ഓണം ബമ്പർ പറയാൻ ഇത്തിരി നേരം കൊണ്ട് ഇത്രയും പൈസ കിട്ടുമോ എന്ന് തോന്നിച്ച ഒരു ഇൻസിഡന്റ്. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഹിന്ദി പടം ചെയ്തായിരുന്നു. അതിന് നല്ല പൈസ കിട്ടിയല്ലോ. പരം സുന്ദരി ഇറങ്ങിയായിരുന്നു. അത് ജാൻവി കപൂറിന്റെ ജാൻവി കപൂറിനോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് ഞാനും പാരന്റിനാണ്. ഞാനത് പറഞ്ഞോണ്ട് ഇറക്കാറില്ല. നേരം കൊണ്ട് ഇത്രയും പൈസ കിട്ടുമോ എന്ന് തോന്നി. പൈസയുടെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി നേരമായാലും ഒത്തിരി നേരമായാലും ഞാൻ വെയിറ്റ് ചെയ്യും. ഒരു പ്രശ്നമില്ല. എനിക്ക് റെഡിയാണ്, വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അല്ലെ സംഭവം വെച്ചാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൽസ് കാണും. അത് നമ്മൾ തന്നെ വലിയ സ്കില്ലാണെന്ന് കണക്കാക്കണം. നമുക്ക് വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ ഈ സ്കില്ല് അവർക്ക് ഭയങ്കര ഇതായിരിക്കും. അവർക്ക് നമ്മൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് തോന്നും. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് ഇതിന് ഇത്രയൊക്കെ കിട്ടുമോ എന്ന് ഞാൻ വേറെ കുറച്ച് ട്രാൻസ്ലേഷൻ സബ്ടൈറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇടുന്ന എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ അതെ എന്നുവെച്ചാൽ അവരതിന് കൊടുക്കുന്ന വാല്യൂ ഭയങ്കര വലുതാണ്. എനിക്കൊന്ന് ആ ഒരു സാധനമാണ് എപ്പോഴും തോന്നിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റൈറ്റ് സ്ഥലത്ത് നമ്മളുടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ വരുമ്പോൾ അവർക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അവരതിനെ റിവാർഡ് ചെയ്യും. അത് നമുക്ക് ഞാൻ ഇത്രയൊക്കെ ഉണ്ടോ. അതെ, ഈ സ്കില്ലും കൊണ്ടല്ലേ. അത് ശരിയാട്ടോ. ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കില്ല് തന്നെ യൂസ് ചെയ്യാൻ പല പ്ലാറ്റ്ഫോമും ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പൊ റോന്തിലത്തെ ക്യാരക്ടർ റോഷൻ ചേട്ടൻ്റെ ഒരു രക്ഷയില്ല. നമുക്കൊക്കെ എന്താ പറയാ, വേറൊരു പോലീസുകാരൻ്റെ ഒരു മുഖം ഇങ്ങനെയും ഉണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലൊക്കെ നമ്മുടെ ഒരു പോലീസുകാരൻ ഒരു പോലീസ് ജീപ്പ് കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന വേറെ ഒരു രീതിയിലാണ്. പക്ഷെ ഈ റോന്ത് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആ ഒരു ചിന്താഗതിയെ മാറ്റി മറിച്ചുകൊണ്ട് ഒരു ക്യാരക്ടറാണ്. റോഷൻ ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ച് ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഈ സിനിമ നടക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയും അതിനോട് ഇത്ര സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു മൂവിയോട് തോന്നാൻ കാരണം? എനിക്ക് ആ കഥ കേട്ട മൊമെന്റിൽ ഈ ഫീലിംഗ് എനിക്ക് അത് കേട്ടപ്പോ കിട്ടി. അതുകൊണ്ട് തന്നെയാ പോത്തേട്ടൻ അതിന്റെ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് ഒരു ഗ്രൂപ്പ് പോലീസ് അസോസിയേഷന്റെ ഒരു പരിപാടിക്ക് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. പോത്തേട്ടൻ പറഞ്ഞു കുഞ്ഞിലെ മുതൽ എനിക്ക് പോലീസിനെ പേടിയായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ പോലീസ് ചിപ്പ് കാണുമ്പോൾ നമുക്കൊരു പോലീസുകാർ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ താഴെ നോക്കും. അപ്പൊ ഞാനിത് കേട്ടപ്പോ ശരിയാണല്ലോ, എല്ലാവർക്കും അങ്ങനെയാ. അപ്പൊ ഈ സാധനം മാറ്റുക എന്ന് പറഞ്ഞാൽ അത് അത്രയും സ്ട്രോങ് കണ്ടീഷനിങ്. ഒരൊറ്റ കഥ കൊണ്ട് 2 മണിക്കൂറിന്റെ ഒരു സിനിമ കൊണ്ട് ഷാഹി കബീർ എന്ന് പറയുന്ന ആൾക്കത് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സിനിമ ഇമ്പോർട്ടന്റ് സിനിമയാണ്, അത് നടക്കണം എന്ന് അങ്ങനെ തോന്നി. പിന്നെ ഷാഹിനെ ഭയങ്കര ഇഷ്ടമാണ്. ഷാഹിനെ പരിചയപ്പെട്ട് അടുത്തറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അത് വേറൊരു റീസൺ. പക്ഷെ അതിനൊക്കെ മുമ്പ് മുതൽ ആ സിനിമ നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയത് അത് കേട്ട ഉടനെ തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത്തിരി നേരം നമ്മൾ പ്രഷർ എല്ലാവരുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ ഒരു അടിപൊളി ലവ് ട്രാക്കും എല്ലാ കുറച്ച് എന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ആക്ച്വലി ആനന്ദ് സാറിനുമാണ്. അയ്യോ ആണോ?
അതൊക്കെ കാണാം. ഓക്കെ, ഇവര് രണ്ടുപേരാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്തിരി നേരം ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം ഇതിന്റെ എന്താ പറയാ, നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ഈ മൂവീസിലുള്ളത്. പിന്നെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണല്ലോ ചെയ്തേക്കുന്നത്, അല്ലെ? ആങ്കർ. അത് ഈസി ആണോ? അല്ലല്ലോ. പറ അല്ലേ? എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ആങ്കേഴ്സ് ആവാലോ അല്ലേ? എനിക്ക് ചോദിക്കണ്ടായിരുന്നു, വെറുതെ ആവശ്യമില്ലാത്തതല്ല. ചോദിച്ചു വാങ്ങി. കുഴപ്പമില്ല, എനിക്ക് ജന്മനാ ഉള്ളതെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങും. അപ്പം ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.